എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മുമ്പിൽ വളരെ വലിയ തടസ്സങ്ങളായിരിക്കും ഉള്ളത്. പക്ഷേ എരിഹോ മതിൽ ഇടിച്ചു കളഞ്ഞവൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഓ ഇസ്രയേൽ, എന്തുണ്ട് നിന്റെ കയ്യിൽ? അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ നസറേനായ യേശുവിന്റെ നാമത്തിന്, സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഇന്നത്തെ മെസ്സേജിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജീസസ് ഫീഡിങ് മൾട്ടിറ്റ്യൂഡ്സ്. യേശു അധികം ആൾക്കാർക്ക്, ആയിരക്കണക്കിന് ആൾക്കാർക്ക് വളരെ കുറച്ച് ഭക്ഷണം കൊണ്ട് അവരെ തൃപ്തരാക്കുന്ന ഈ ഒരു വേദഭാഗം നമ്മൾക്ക് സുവിശേഷങ്ങളിൽ 4 സുവിശേഷങ്ങളിലും കാണാൻ സാധിക്കുന്ന യേശുവിൻ്റെ ഒരേ ഒരു മിറക്കിളാണ്. ഇത് മാത്രമല്ല, 4 സുവിശേഷങ്ങളിലായിട്ട് 6 പ്രാവശ്യമാണ് ജീസസ് ഫീഡിങ് മൾട്ടിറ്റ്യൂഡ്സ് എന്ന വേദഭാഗം റിപ്പീറ്റഡ് ആയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേദഭാഗമാണ്. ഇന്ന് ഈ മെസ്സേജിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. യേശുവിനെ കാണാൻ വന്ന ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ഈ ജനത്തെ, ഈ പുരുഷാരത്തെ പിരിച്ചുവിടണം എന്ന് യേശുവിനോട് ശിഷ്യന്മാർ വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ശിഷ്യന്മാരോട്, പ്രത്യേകിച്ച് ഫിലിപ്പോസിനോട് യേശു ചോദിക്കുകയാണ്, ഈ പുരുഷാരത്തിന് ഭക്ഷണം നമുക്ക് എവിടുന്ന് വാങ്ങാൻ സാധിക്കും? ഈ ചോദ്യത്തിന് ഫിലിപ്പോസ് നൽകുന്ന ഉത്തരം, 200 ദിനാറികളുള്ള ഭക്ഷണം നമ്മൾ മേടിച്ചാലും ഈ വലിയ പുരുഷാരത്തിന് അല്പം കൊടുക്കാൻ മാത്രമേ തികയത്തുള്ളൂ, അല്ലെങ്കിൽ അത്രയ്ക്ക് പോലും ആകുമോ എന്നുള്ളതാണ്. ഫിലിപ്പോസ് യേശുവിനോട് പറയുന്നത്, വലിയ പുരുഷാരമാണ് ഇവിടെ ഉള്ളത്, നമ്മുടെ കയ്യിലുള്ള റിസർവ്സ്, നമ്മുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്, നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലാത്ത കാര്യമാണ്, അതുകൊണ്ട് നമുക്ക് അവരെ പിരിച്ചുവിടുന്നതാണ് നല്ലതെന്നാണ് ഫിലിപ്പോസ് പറഞ്ഞു വരുന്നത്. ഇതിനുശേഷം അന്ത്രയോസ് വന്ന് യേശുവിനോട് പറയുന്നു, ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്, പക്ഷേ ഇത്ര വലിയ പുരുഷാരത്തിന് അത് എന്താകും എന്നുള്ളത്. ഈ 2 പേരും യേശുവിനോട് വന്ന് പറയുന്നത് ഇംപോസിബിൾ ആണ്, നമുക്ക് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. ഫിലിപ്പോസിൻ്റെ ഉത്തരം നമ്മളോട് പറയുന്നതിന് മുമ്പേ തന്നെ യോഹന്നാൻ നമ്മളോട് പറഞ്ഞു തരികയാണ്, ഫിലിപ്പോസിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ഇത് ചോദിച്ചത്. താൻ എന്ത് ചെയ്യണമെന്ന് തനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഹി ഓൾറെഡി ന്യൂ വാട്ട് ഹി ഷുഡ് ഡു. ഹി ജസ്റ്റ് വാണ്ടഡ് ടു നോ വാട്ട് ഫിലിപ്പ് വുഡ് സേ. ഫിലിപ്പോസ് പറഞ്ഞത് നമുക്കൊക്കെ പലപ്പോഴും യേശുവിനോട് പറയാനുള്ള കാര്യങ്ങളാണ്, ഇംപോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. യേശു നമ്മുടെയൊക്കെ ഓരോ ഇംപോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷനുകളിലും, പ്രതിസന്ധികളിലും, പ്രതികൂലങ്ങളിലും, വളരെയധികം നമ്മളെ കഷ്ടപ്പെടുത്തുന്നതായ ഓരോ അവസ്ഥകളിലുമൊക്കെ ഇതേ ചോദ്യം നമ്മളോടൊക്കെ യേശു ചോദിക്കും. വാട്ട് ഡു യു ഹാവ്? എന്തുണ്ട് നിങ്ങളുടെ കൈവശം? ഹൗ മെനി ലോവ്സ് ഡു യു ഹാവ്? നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? യേശു ഇങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് ഉത്തരം പറയാനുള്ളത്? 5000 പേരുണ്ട്, എൻ്റെ കയ്യിൽ 5 മീനേ ഉള്ളൂ എന്നതായിരിക്കുമോ ഫിലിപ്പോസിനെ പോലെ? അങ്ങനെ ആയിരിക്കരുത് നമ്മൾ പറയുന്നത്. എന്താണ് നമുക്ക് യേശുവിനോട് പറയാനുള്ളത്? നീയുണ്ട് എൻ്റെ പക്ഷം എന്നത് തന്നെ ആയിരിക്കട്ടെ നമുക്ക് യേശുവിനോട് പറയാനുള്ളത്. ഈ ഒരു വേദഭാഗത്തിൽ കൂടി യോഹന്നാൻ നമ്മൾക്ക് ഉറപ്പ് നൽകുകയാണ്, നമ്മുടെ അവസ്ഥകൾ അവൻ കാണുന്നു, നമ്മുടെ അവസ്ഥകളിൽ എന്ത് ചെയ്യണമെന്ന് അവന് വളരെ നന്നായിട്ട് അറിയുക തന്നെ ചെയ്യും. അപ്പോൾ ഫിലിപ്പോസിനെ പോലെ നമ്മുടെ പ്രതിസന്ധികളെക്കുറിച്ച്, നമ്മുടെ മുമ്പിലുള്ള പ്രയാസങ്ങളെയും കഷ്ടപ്പാടുകളെയും ഭാണ്ഡത്തിൻ്റെ കെട്ട് യേശുവിൻ്റെ മുമ്പിൽ അഴിക്കാതെ നമുക്ക് എന്താണ് പറയാനുള്ളത്? വിശ്വാസം അവനെ കാണിക്കുക. ഇത് പുതിയ നിയമത്തിൻ്റെ കാലമാണ്. വിശ്വാസം കൊണ്ടാണ് ഇന്ന് ഈ പുതിയ നിയമത്തിൻ്റെ കാലത്ത് പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനുള്ളത്. യേശുവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ തികഞ്ഞ് വരണമെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ കാണണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണ്ടതായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മുമ്പിൽ വളരെ വലിയ തടസ്സങ്ങളായിരിക്കും ഉള്ളത്. പക്ഷേ എരിഹോ മതിൽ ഇടിച്ചു കളഞ്ഞവൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഓ ഇസ്രയേൽ, എന്തുണ്ട് നിന്റെ കയ്യിൽ? യേശുവിനോട് പറയുക, നീയുണ്ട് എൻ്റെ പക്ഷം, നീയുണ്ട് എനിക്ക് എന്നുള്ള ആ ഒരു വലിയ വിശ്വാസത്തിൻ്റെ സ്വരം യേശുവിനെ കേൾപ്പിക്കുക. നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ കാണുന്നവൻ, നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ എങ്ങനെ നീക്കണമെന്ന് അറിയാവുന്നവൻ, അവൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ
നിങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് ഇങ്ങനെ തന്നെയായിരിക്കട്ടെ. എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ നീക്കുമെന്നുള്ളത് എനിക്ക് വിശ്വാസമാണ് കർത്താവെ. നീയുണ്ട് എൻ്റെ പക്ഷം, നീയാണ് എനിക്കുള്ളത് എന്നത് യേശുവിനോട് പറയുക. യേശുവിനോട് പറയാൻ എപ്പോഴും വിശ്വാസത്തോടു കൂടിയ വാക്കുകൾ മാത്രമായിരിക്കണം നമ്മുടെ മുമ്പിൽ, നമ്മുടെ വായിൽ നിന്നും പോകുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ വാക്കുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും മാത്രമാകരുത് യേശുവിനോട് സംസാരിക്കാനുള്ളത്. അവനിലുള്ള വിശ്വാസം കാണിക്കുന്നതായിരിക്കട്ടെ നമ്മുടെ വാക്കുകൾ. ഓൾ തിങ്സ് ആർ പോസിബിൾ വിത്ത് ഗോഡ്. ഓൾ തിങ്സ് ആർ പോസിബിൾ വിത്ത് ഗോഡ്. ഈ ഒരു വാക്യം തന്നെ നിങ്ങൾ ഉരുവിടുക. നിങ്ങളുടെ വിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതായിരിക്കും. ഓ ഇസ്രയേൽ, എന്തുണ്ട് നിന്റെ കയ്യിൽ? ഓ ഇസ്രയേൽ, വാട്ട് ഡു യു ഹാവ്? ഐ ഹാവ് ലോർഡ്. ദ ലോർഡ് ഇസ് ദെയർ വിത്ത് മീ. ഈ ഒരു കാര്യം പൂർണ്ണ ഹൃദയത്തോടുകൂടി വിശ്വസിക്കുക. നമ്മുടെ ആവശ്യങ്ങളൊക്കെ യേശുവിനോട് പറയുന്നത് കുറച്ചിട്ട് വിശ്വാസം കാണിക്കുക. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ജീവിതത്തിലെ മിറക്കിൾസിനൊക്കെ വഴി തെളിക്കുന്ന കീ. ഇത്തരം താക്കോലുകളെക്കുറിച്ചുള്ള അറിവിനായിട്ട് fall in love with the word of God and fall in love with Jesus.